വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഫസ്റ്റ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. ആരാണ് ചോദിച്ചത്? അത് അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ 3 മണിക്കായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, പക്ഷെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ 2:30 ഇറക്കി. ഞങ്ങളെ ചതിച്ചു. എനിക്ക് എന്താണ് മമ്മി ഞങ്ങളെ ചതിച്ചതിനെ പറ്റി പറയാനുള്ളത്? ഒന്നുമില്ല, സമയത്തും കാലത്തും ഒരുങ്ങി ഇറങ്ങാത്തവരെ ഇച്ചിരി നേരത്തെ ഇറക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. അതെ, അല്ലാതെ സമയം മനസ്സിലാവാത്തതുകൊണ്ട് സമയം മറന്നുപോയി പറഞ്ഞതല്ല കേട്ടോ. ഈ കള്ളം പറഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ളൊരു അന്തസ് അതൊന്നും വേറെയാ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? സമയം ഇപ്പോൾ എത്രയായി? 2:37 ആയതേ ഉള്ളൂ. അപ്പം നമ്മൾ 3 മണിക്ക് ഇറങ്ങേണ്ടതിന് ഇപ്പോഴേ പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നേരത്തെ ചെന്ന് നമ്മളവിടെ പോയി വെറുതെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പതുക്കെ പോകാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പ് കുറച്ചും കൂടെ നടന്നാൽ അവിടെ, അപ്പം കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് കുറച്ച് സമയം കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ പോയി ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത്. അപ്പം അവിടുന്ന് ബസ് കയറി പിന്നെ കൊട്ടാരക്കരയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ കയറി കൊട്ടാരക്കരയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുവരെയ്ക്കും ബൈ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അങ്ങനെ അവരുടെ കൂടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പം അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബസ്സിൽ കയറിയാൽ ഒന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. So, hope you guys enjoy. ഹേ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ ആയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷായി ഇപ്പം നമ്മൾ മല കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഫോണിനകത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, വലിയകാലത്തെ പഴനി വ്ളോഗൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ പുറത്തെത്തിയപ്പോഴേ ഒരു ഫോൺ വാങ്ങിച്ച് വെച്ച് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. അപ്പം നമ്മൾ വന്നത് പഴനിയിലായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തുനിന്നിട്ട് വീഡിയോസൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഞാൻ സമാധാനിക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.
അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഇതിപ്പം പിറ്റേ ദിവസമാണ്. അപ്പം നമ്മൾ ഇന്നലെ തന്നെ വൈകിട്ട് വന്നായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല, കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഈ ക്ലിപ്സൊന്നും എടുത്തില്ല ഞാൻ സംസാരിക്കുന്നതിൻ്റെ. ഞാൻ വിചാരിച്ച് അങ്ങനെ എന്നെ കാണുമ്പോഴത്തേക്കിനും ബോറാവണ്ട, അവിടെ ചെന്ന് പഴനി കയറുവാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊരു ഇതിലായിരുന്നു പോയത്. പക്ഷെ അവർ ഫോൺ വാങ്ങിച്ച് വെച്ച്, പിന്നെ തിരിച്ചെത്തിയാലും ഫോൺ കിട്ടിയെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാര്യം അവിടെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ഈ കച്ചവടക്കാരൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുമായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെന്താണ്, നമ്മൾ പോയത് പഴനിയിലാണ്. അതൊന്നും എനിക്ക് വൃത്തിയായിട്ട് പറയാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം തെറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ ക്യാമറയെ നോക്കി സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ എന്തൊക്കെയൊക്കെയോ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ താങ്ക് യു, ബൈ.